Hello students, ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത് ക്വാണ്ടം നമ്പേഴ്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ എന്താണ് ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇലക്ട്രോണിനെ കൃത്യമായിട്ട് ആക്യുറേറ്റ്ലി ക്യാരക്ടറൈസ് ചെയ്യാൻ ഇല്ലെങ്കിൽ എന്താണ് ഒരു ഇലക്ട്രോണിന്റെ ഐഡന്റിറ്റിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ട 4 പാരാമീറ്റേഴ്സ് ഉണ്ട്. ഈ 4 പാരാമീറ്റേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയാറ്? ക്വാണ്ടം നമ്പേഴ്സിന് പറയാറ്. സോ നമുക്ക് എന്ത് പറയാം? ഒരു ഇലക്ട്രോണിന്റെ ഐഡന്റിറ്റി ആണ് ഏത് നമ്മുടെ ഈ 4 പാരാമീറ്റേഴ്സ് ആൻഡ് ദീസ് 4 പാരാമീറ്റേഴ്സ് ആർ നോൺ ആസ് എന്താണ്? ക്വാണ്ടം നമ്പേഴ്സ്. ഈ ക്വാണ്ടം നമ്പേഴ്സ് നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യാറ്? ക്വാണ്ടം നമ്പേഴ്സ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് N, L, ML ആൻഡ് MS. ഈ 4 പാരാമീറ്റേഴ്സ് വെച്ചിട്ടാണ് നമുക്ക് ഏത് ഇലക്ട്രോൺ എവിടെയാണ് ഉള്ളത് അല്ലെങ്കിൽ ഏത് ആറ്റത്തിലാണ് ഉള്ളതെന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ ഈ ക്വാണ്ടം നമ്പേഴ്സിന് ഒരു ആനലോഗി ഉണ്ട്. എങ്ങനെ നമുക്ക് ക്വാണ്ടം നമ്പേഴ്സിനെ പറയാം? നമുക്ക് ഒരാളുടെ അഡ്രസ് ആണ് പറയണെച്ചാൽ നമ്മൾ ആദ്യം നോക്കുക എന്താണ് അവര് ഏത് സിറ്റിയിലാണ് ഉള്ളത്. സിറ്റി കണ്ടുപിടിച്ച എന്താണ് ഏത് ലൊക്കാലിറ്റിയിലാണ് അവരുള്ളത്. ഇനി ആ ലൊക്കാലിറ്റി നമുക്ക് മനസ്സിലായാൽ നമ്മൾ നോക്കും ഏത് ബിൽഡിംഗ് നമ്പറിലാണ് അല്ലെ, ഏത് ബിൽഡിംഗിലാണ് ഉള്ളത്. ഇതേപോലെ തന്നെയാണ് നമുക്ക് എന്തിനെ കമ്പയർ ചെയ്യാൻ പറ്റുക? ഒരു ഇലക്ട്രോൺ ഒരു ആറ്റത്തില് എവിടെയാണോ ഉള്ളത് അതിനെ ഡിഫൈൻ ചെയ്യുന്നതാണ് നമ്മുടെ ക്വാണ്ടം നമ്പർ. നമ്മൾ ഡെഫിനേഷനിലേക്ക് കടക്കുക വെച്ചാൽ നമുക്ക് ക്വാണ്ടം നമ്പേഴ്സിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ക്വാണ്ടം നമ്പർ മേ ബി ഡിഫൈൻഡ് ആസ് എ സെറ്റ് ഓഫ് എന്താണ്? സെറ്റ് ഓഫ് 4 നമ്പേഴ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് വിച്ച് വി ക്യാൻ ഗെറ്റ് എന്താണ്? കംപ്ലീറ്റ് ഇൻഫോർമേഷൻ അബൌട്ട് ദ ഇലക്ട്രോൺസ് ഇൻ ആൻ ആറ്റം. ഒരു ആറ്റത്തിലുള്ള ഇലക്ട്രോൺസിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യാൻ എന്താണ് നമ്മുടെ എന്ത്? ക്വാണ്ടം നമ്പർ. ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഏത് സിറ്റിയിലാണ് ഉള്ളത് അല്ലെ, അല്ലെങ്കിൽ ഏത് സിറ്റിയിലാണ് വെച്ചാൽ സിറ്റി കണ്ടുപിടിച്ചാൽ ഏത് ലൊക്കാലിറ്റിയിലാണ് ഉള്ളത്, ഏത് ബിൽഡിംഗിലാണ് ഉള്ളത് അല്ലെ. ഇനി നമുക്ക് ഈ ക്വാണ്ടം നമ്പേഴ്സിൽ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് നമ്മുടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വാണ്ടം നമ്പേഴ്സ്. അല്ലെങ്കിൽ ക്വാണ്ടം നമ്പേഴ്സിന്റെ ഏറ്റവും ആദ്യം വരുന്നതാണ് നമ്മുടെ ഏത്? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുക? സ്മോൾ n ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. ഇനി ഈ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ നമുക്ക് എന്താണ് റെപ്രസെന്റ് ചെയ്യേണ്ടത്? ഇറ്റ് റെപ്രസെന്റ്സ് ദ മെയിൻ എനർജി ലെവൽ ഓർ ഷെൽ ഇൻ വിച്ച് എന്താണ് ഇലക്ട്രോൺ ഈസ് പ്രസന്റ്. നമ്മുടെ മെയിൻ ആയിട്ട് ഏത് ഷെല്ലിലാണോ അല്ലെങ്കിൽ ഏത് എനർജി ലെവലിലാണോ ഇലക്ട്രോൺ ഉള്ളത് അത് റെപ്രസെന്റ് ചെയ്യുന്നതാണ് എന്ത്? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. ഇനി പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ വേറെന്ത് ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യും? ഇറ്റ് പ്രൊവൈഡ്സ് about or it helps to determine the distance of the electron from the nucleus. നമ്മൾ പറഞ്ഞു ഇതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഇതിനെ നമ്മൾ n ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. n ഏതെങ്കിലും പോസിറ്റീവ് ഇല്ലെങ്കിൽ ഹോൾ നമ്പേഴ്സ് ആവാം. 1, 2, 3, 4 ഇതുപോലെ എന്തായിരിക്കും? ഹോൾ നമ്പേഴ്സ് ആയിരിക്കും നമ്മുടെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. ഇനി ഇതേപോലെ തന്നെ n എങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം? നമ്മൾ n നെ എനർജി ഷെൽസിലാണ് റെപ്രസെന്റ് ചെയ്യണം വെച്ചാൽ it is represented as by which shell? By K, L, M and N shell. So principal quantum number ആണ് നമ്മുടെ എന്താണ് represent ചെയ്യുക എന്താണ്? N. ഇനി principal quantum number എന്താണ് represent ചെയ്യുന്നത്? It represents the main energy level in which എന്താണ് electron is present. Similarly, it also helps us to determine or find out the distance of the electron from the nucleus. ഇനി ഇതേപോലെ നമുക്കറിയാം നമ്മളൊരു ആറ്റം എടുത്തു കഴിഞ്ഞാൽ ആറ്റത്തിൽ എന്തുണ്ടാവും? The case of atom there will be എന്താണ് many electrons will be there. ഇനി ഏതെങ്കിലും ഒരു ആറ്റത്തില് നമുക്ക് n വാല്യൂ സെയിം ആണ്, n വാല്യൂ 1 ആണ് അല്ലെങ്കിൽ n വാല്യൂ 2 ആണ് വെച്ചാൽ സെയിം n വാല്യൂ ആണ് വെച്ചാൽ നമുക്ക് എന്ത് പറയാം? ആ എല്ലാ ഇലക്ട്രോൺസും എവിടെയാണുള്ളത്? They are in the same shell. n ന്റെ വാല്യൂ 1 മാത്രമാണ് അല്ലെങ്കിൽ ഒരു ഇലക്ട്രോൺസിന്റെ കേസിൽ n ന്റെ വാല്യൂ 2 ആണ്, സെയിം ആണ് എല്ലാ ഇലക്ട്രോൺസിന്റെ കേസിൽ വെച്ചാൽ നമുക്ക് എന്ത് പറയാം? The electrons are present in the same shell. നമുക്ക് അത് ഒന്നും കൂടി ക്ലിയർ ആക്കി മനസ്സിലാക്കണം വെച്ചാൽ നമുക്ക് നോക്കാം സബ്ഷെല്ലിന്റെ കോൺസെപ്റ്റ്. എന്താണ് സബ്ഷെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെയിം n വാല്യൂ മീൻസ് എന്താണ്? They are in the same shell. ഇനി ഈ സെയിം ഷെല്ലിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഇതിനെ നമുക്ക് ബൗണ്ടറി ഡയഗ്രാംസ് രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. എസ് സബ്ഷെൽ പറഞ്ഞ എന്തായിരിക്കും അതിന്റെ അർത്ഥം? ഇറ്റ് ഈസ് സ്പെരിക്കൽ ഇൻ ഷേപ്പ്. പി സബ്ഷെൽ പറഞ്ഞ എന്താണ്? ഇറ്റ് ഈസ് ഡംബൽ ഷേപ്പ്. ആൻഡ് ഡി സബ്ഷെൽ പറഞ്ഞ എന്താണ്? കളക്ഷൻ ഓഫ് ഡബിൾ ഡംബൽ ഷേപ്സ്. എന്താണ് ഇങ്ങനെ പറഞ്ഞ? നമ്മൾ ഒരു കാർട്ടീസൻ കോർഡിനേറ്റ് നമ്മൾ എക്സ് ആക്സിസ് എടുത്തു, y ആക്സിസ് എടുത്തു, z ആക്സിസ് എടുത്തു. ഇതിൽ s പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം?
സ്പെരിക്കൽ ആയിട്ടുള്ള ഷേപ്പ് ആയിരിക്കും ഏതിന്റെ എസ്. പി പറഞ്ഞു കഴിഞ്ഞാൽ പി എന്തായിരിക്കും? ഇതേപോലെ നമ്മുടെ XYZ എടുക്കുക വെച്ചാൽ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? നമ്മുടെ എക്സ് ആക്സിസ് ആണ് ഇത്, നമ്മുടെ y ആക്സിസ് ആണ്, and this one is our z axis. So നമ്മൾ p subshell പറയുമ്പോൾ എന്താണ്? അത് ഇതേപോലെ ഡംബെൽ ഷേപ്സ് ആയിരിക്കും വരിക. നമ്മുടെ d subshells എന്ന് പറഞ്ഞാലോ, d subshells എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡബിൾ ഡംബെൽ ഷേപ്പ്, ഒരു കളക്ഷൻ ഓഫ് ഡബിൾ ഡംബെൽ ഷേപ്സ് ആയിരിക്കും നമ്മുടെ ഏത്? നമ്മുടെ d subshell. നമ്മൾ f subshell എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ്, കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പൊ എന്താണ് ഈ സബ്ഷെൽ എന്ന് പറഞ്ഞാൽ? നമ്മൾ ഓൾറെഡി പറഞ്ഞു, അല്ലെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞു എന്താണ്? എന്നിന്റെ വാല്യൂ സെയിം ആണ് വെച്ചാൽ, ഇപ്പൊ ഒരു ഇലക്ട്രോണിന്റെ കേസിൽ എല്ലാ എന്നും 2ലാണ് വരുന്ന വെച്ചാൽ നമുക്കത് എന്തായിരിക്കും? നമ്മുടെ അത് സെയിം ഷെല്ലിലായിരിക്കും എന്ന് നമ്മൾ പറയുന്നു. ഇനി അതേപോലെ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഒരു ഇലക്ട്രോൺ 2sലും വരുന്നുണ്ട്, 2pയിലും വരുന്നുണ്ട്. എന്താണ്? ഇവിടെ എന്നിന്റെ വാല്യൂ സെയിം ആയതുകൊണ്ട് അത് സെയിം ഷെല്ലിലാണ്. പക്ഷെ ഈ സെയിം ഷെല്ലിൽ എന്താണ്? അതിന് ഡിഫറെന്റ് സബ്ഷെൽസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് എസ്സിൽ വരുന്നുണ്ട്, എസ് പറയുമ്പോൾ എന്തായിരിക്കും സബ്ഷെൽ? സ്പെരിക്കൽ ആയിരിക്കും. പി പറയുമ്പോൾ എന്താണ്? ഇറ്റ് വിൽ ബി ഡംബെൽ ഷേപ്പ്. സോ നമ്മൾ എങ്ങനെയാണ് ഈ എസും പിയും ഡിയും എഫിനെ റെപ്രസെന്റ് ചെയ്യണത്? ഇതിനെ നമ്മൾ ബൗണ്ടറി, ഈ വരച്ചിരിക്കുന്ന ഫിഗറിനെ നമ്മൾ എന്താ പറയാ? ഈ റെപ്രസെന്റ് ചെയ്യണ സബ്ഷെൽസിനെ ബൗണ്ടറി സർഫേസസ് അല്ലെങ്കിൽ ബൗണ്ടറി സർഫേസ് രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യണത്? ഈ സബ്ഷെൽസിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യണം. ഈ സബ്ഷെൽസിന്റെ കോൺസെപ്റ്റ് അറിഞ്ഞാൽ നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ക്വാണ്ടം നമ്പറിലേക്ക് പോവാം, വിച്ച് ഈസ് അവർ എന്താണ്? azimuthal quantum number. So in the case of azimuthal quantum number, നമ്മൾ ഇതിന്റെ മുമ്പേ പഠിച്ചു പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആച്ച നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുക? നമ്മൾ n ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക അല്ലേ? ഇനി azimuthal quantum നമ്പറിന്റെ കേസിൽ it is represented by letter എന്താണ്? It is represented by the letter L. Small l ആയിട്ടാണ് azimuthal quantum number represent ചെയ്യുക. ഇനി ഈ ക്വാണ്ടം നമ്പറിന്റെ പ്രത്യേകത എന്താണ്? ഇല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? azimuthal quantum number എന്താണ് ഡിനോട്ട് ചെയ്യുക? It denotes the subshell. എന്താണ് ഡിനോട്ട് ചെയ്യുക? It denotes the subshell in a given principal energy level. ഇനി അതേപോലെ തന്നെ ഈ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ കഴിഞ്ഞാൽ ഈ azimuthal quantum number L എന്താണ് റെപ്രസെന്റ് ചെയ്യുക? നമ്മൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിൽ പഠിച്ചു ഡിസ്റ്റൻസ് ഓഫ് ഇലക്ട്രോൺ ഫ്രം ദ ന്യൂക്ലിയസ്. അതേപോലെ L determines what? L determines the shape of the orbitals. L എന്താണ് ഡിറ്റർമൈൻ ചെയ്യുക? It determines the what? It determines the shape of the orbital. For example, നമുക്ക് S ഇവിടെ നോക്കുക, n-ന്റെ വാല്യൂ 1 ആണ്, നമുക്ക് എന്താ കിട്ടിയേ? 1s കിട്ടി. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ n-ന്റെ വാല്യൂ 2 ആണ് വെച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 2sഉം കിട്ടും, എന്താ കിട്ടുക? 2pയും കിട്ടും. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ n-ന്റെ വാല്യൂ 3 ആണ് വെച്ചാൽ നമുക്ക് എന്ത് കിട്ടും? We will get 3s കിട്ടും, 3p കിട്ടും, പിന്നെന്താ കിട്ടുക? 3d കിട്ടും. സിമിലർലി n-ന്റെ വാല്യൂ 4 ആണ് വെച്ചാൽ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? 4s, 4p, 4d ആൻഡ് എന്താണ്? 4f. അപ്പൊ ഇവിടെ നോക്കുക, ഡിപ്പെൻഡിങ് അപ്പോൺ ദ വാല്യൂ ഓഫ് L, ഡിഫറെന്റ് സബ്ഷെൽസ് ആർ ഡെസിഗ്നേറ്റഡ് ആസ് അല്ലെ? L-ന്റെ വാല്യൂ മുകളിൽ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഡിഫറെന്റ് സബ്ഷെൽസിന് നമ്മൾ എന്ത് കൊടുത്തിരിക്കുന്നത്? SPDF എന്നുള്ള റെപ്രസെന്റേഷൻ, സ്മോൾ ലെറ്റർ ആണ്. SPDF എന്നുള്ള റെപ്രസെന്റേഷൻ കൊടുത്തിരിക്കണം. എസിന്റെ വാല്യൂ 0 പറഞ്ഞാൽ എന്താണ്? അത് എവിടെ ആയിരിക്കും? azimuthal quantum number L equal to എന്തായിരിക്കും? 0 ആയിരിക്കും. സബ് ലെവൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? L-ന്റെ വാല്യൂ 1 ആണ് വെച്ചാൽ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി P. L-ന്റെ വാല്യൂ 2 ആണ് വെച്ചാൽ ഇറ്റ് വിൽ ബി D. L-ന്റെ വാല്യൂ 3 ആണ് വെച്ചാൽ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി F. അപ്പൊ azimuthal quantum numberന്റെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? നമ്മൾ പറഞ്ഞു azimuthal quantum number represents the shape of the orbital, and similarly it also represent what? Energy of the orbital. Energy എങ്ങനെ represent ചെയ്യുമെന്ന് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിക്കുമ്പോൾ കൂടുതൽ ഡീറ്റെയിൽ നമുക്ക് പഠിക്കാം. സോ നമുക്ക് പറയാം, for any n value, for any principal quantum number value, L-ന്റെ വാല്യൂ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി 0 or എന്താണ്? n-1 ആയിരിക്കും. ദാറ്റ് മീൻസ് എന്താണ് ഈ മുകളിൽ പറഞ്ഞതിന്റെ അർത്ഥം? n-ന്റെ വാല്യൂ 4 ആണ് വെച്ചാൽ L-ന്റെ വാല്യൂ എന്തായിരിക്കും? 0 ആവാം, അല്ലെങ്കിൽ എന്തായിരിക്കും? n-1. 4 - 1 എന്താണ്? ഇറ്റ് വിൽ ബി 3. ഇനി നമുക്ക് നമ്മുടെ തേർഡ് ക്വാണ്ടം നമ്പറിലേക്ക് പോവാം. തേർഡ് ക്വാണ്ടം നമ്പർ ഈസ് അവർ വാട്ട്? ഇറ്റ് ഈസ് അവർ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. അപ്പൊ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എന്താണെന്ന് അറിയണം വെച്ചാൽ അതിന്റെ മുമ്പിൽ നമ്മൾ അറിയുന്ന ഒരു കാര്യമാണ്
ഓർബിറ്റൽ ആൻഡ് ഓറിയന്റേഷൻ. വാട്ട് ഡു യു മീൻ ബൈ ഓർബിറ്റൽ ആൻഡ് ഓറിയന്റേഷൻ? നമുക്കറിയാം ഓർബിറ്റൽ പറഞ്ഞാൽ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇറ്റ് ഈസ് എ റീജിയൻ എവിടെയാണ്? അറൌണ്ട് ദ ന്യൂക്ലിയസ് വേർ ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ആൻ ഇലക്ട്രോൺ ഇസ് ദർ. ഒരു ന്യൂക്ലിയസിന്റെ ചുറ്റും എന്താണ്? ഇലക്ട്രോൺ എവിടെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്? പ്രോബബിലിറ്റി റെപ്രസെന്റ് ചെയ്യുന്നതാണ് നമ്മുടെ എന്ത്? ഓർബിറ്റൽ. അപ്പൊ നമ്മൾ പറഞ്ഞു നമുക്ക് എസ് സബ് ഷെൽ ഉണ്ട്, പി സബ് ഷെൽ ഉണ്ട്, ഡി ഉണ്ട്, എഫ് ഉണ്ട്. അപ്പൊ ഇതിന്റെ ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാൽ ഓരോ സബ് ഷെല്ലിന് അതിൻ്റെതായ ഡിഫറെന്റ് ഓറിയന്റേഷൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ പി സബ് ഷെല്ലാണ് എടുത്തുവച്ചാൽ നമുക്ക് പി സബ് ഷെല്ലിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഇത് നമ്മുടെ എക്സ് ആക്സിസ്, നമ്മുടെ വൈ ആക്സിസ്, ഇത് നമ്മുടെ സെഡ് ആക്സിസ്. നമ്മുടെ ഡംബൽ ഷേപ്പ് ആണ് പറഞ്ഞു. അപ്പൊ ഇവിടെ നോക്കുക, പി ഓർബിറ്റലിന്റെ ഓറിയന്റേഷൻ ഏത് ആക്സിസിലാണ്? ഇറ്റ് ഈസ് അലോങ് ദ എക്സ് ആക്സിസ്. സോ ദിസ് വൺ ഈസ് എന്ത് ഓർബിറ്റലാണ്? ഇറ്റ് ഈസ് പി എക്സ് ഓർബിറ്റൽ. സിമിലർലി നമ്മൾ പിയിൽ തന്നെ നമ്മുടെ എക്സ് വൈ സെഡ് ഓറിയന്റേഷൻ ഓഫ് പി ഓർബിറ്റൽ ഇങ്ങനെയാണ് വെച്ചാൽ ഇത് എവിടെയാണ് വന്നിരിക്കുന്നത്? ഇറ്റ് ഈസ് ഇൻ ഏതാണ്? ഇറ്റ് ഈസ് ഇൻ പി വൈ ഡയറക്ഷൻ. സോ ഇറ്റ് ഈസ് അവർ എന്താ ഓർബിറ്റലാണ്? ഓറിയന്റേഷൻ എന്താണ്? പി വൈ. സിമിലർലി നമുക്ക് ഇതേപോലെ സെഡ് ആക്സിസ് എക്സ് വൈ നമ്മൾ ഓറിയന്റേഷൻ പി ഓർബിറ്റലിന്റെ ഇങ്ങനെയാണ് വന്നേച്ചാൽ അതെന്തായിരിക്കും ഓറിയന്റേഷൻ? ഇറ്റ് വിൽ ബി ഇൻ ദ പി സെഡ് ഓറിയന്റേഷൻ. ഇനി എസ് ഓർബിറ്റൽ എടുക്കുക വെച്ചാൽ നമ്മൾ തൊട്ട് മുമ്പ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എസ് ഓർബിറ്റൽ പറയുമ്പോൾ എന്താണ്? ഷേപ്പ് എന്തായിരുന്നു എസ് ഓർബിറ്റലിന്റെ? എസ് ഓർബിറ്റൽ വാസ് ഹാവിങ് എ സ്പെരിക്കൽ ഷേപ്പ് അല്ലേ? ഇപ്പൊ സ്പെരിക്കൽ ഷേപ്പ് ആവുമ്പോൾ ഇതുപോലെ ഇതിൽ പ്രത്യേകിച്ചും എന്തില്ല, ഒരു ഓറിയന്റേഷൻസ് ഒന്നും നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റില്ല അല്ലെ? സ്പെരിക്കൽ ആണ്. അപ്പൊ എക്സ് ആണോ വൈ ആണോ സെഡ് ആണോ എന്ന് പറയാൻ പറ്റില്ല. സോ ഇൻ ദ കേസ് ഓഫ് എസ് ഓർബിറ്റൽ അവിടെ എന്തുണ്ട്? അവിടെ ആകെ ഒരു ഓറിയന്റേഷൻ മാത്രമേ ഉള്ളൂ. പി ഓർബിറ്റൽ പറയുമ്പോൾ എന്താണ്? പി എക്സ് ഉണ്ട്, പി വൈ ഉണ്ട്, പി സെഡ് ഉണ്ട്. സോ ഇവിടെ എന്താണ്? കുറെ 3 ഓറിയന്റേഷൻസ് ഉണ്ട്. അതേപോലെ നമ്മൾ ഡി ഓർബിറ്റൽസ് എടുക്കുമ്പോൾ ഡി ഓർബിറ്റലിന്റെ കേസിൽ നമുക്ക് എത്ര ഓറിയന്റേഷൻ വരും? 5 ഓറിയന്റേഷൻ വരും. എന്തൊക്കെയാണ് 5 ഓറിയന്റേഷൻ? ഡി എക്സ് വൈ വരും, നമുക്ക് ഡി വൈ സെഡ് വരും, ഡി സെഡ് എക്സ് വരും, ഡി സെഡ് സ്ക്വയർ വരും ആൻഡ് ഡി എക്സ് സ്ക്വയർ വൈ സ്ക്വയർ വരും. ഇങ്ങനെ 5 ഓറിയന്റേഷൻ ആണ് നമുക്ക് വരിക. ഏതിന്റെ കേസിൽ? ഡി. എഫിന് പറയുമ്പോൾ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. നമുക്ക് എന്ത് വരും? നമുക്ക് 7 ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഓറിയന്റേഷൻ വരും. സോ ഇവിടെ നമ്മൾ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എന്താണ് റെപ്രസെന്റ് ചെയ്യേണ്ടത്? മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക എം ആയിട്ടാണ്. ഇല്ലെങ്കിൽ എന്താണ്? We can also represent it as ml. So this quantum number describes the electron in an atom. എങ്ങനെയാണ്? It explains the different orientation of an electron present in a sublevel അല്ലെങ്കിൽ subshell. So magnetic quantum represents the different orientation of an electron in a subshell. ഇനി നമ്മൾ പറഞ്ഞു ഇവിടെ പിക്ക് 3 എണ്ണം ഉണ്ട്, ഡിക്ക് 5 ഓറിയന്റേഷൻ ഉണ്ട്, എഫിന് എന്താണ് 7 ഓറിയന്റേഷൻ ഉണ്ട്. എങ്ങനെ നമുക്കത് പറയാം? ഫോർ എ ഗിവൺ വാല്യൂ ഓഫ് എൽ. എൽ എന്താണ് നമ്മുടെ? എൽ നമ്മുടെ അസിമുത്തൽ ക്വാണ്ടം നമ്പർ. ഫോർ എ ഗിവൺ വാല്യൂ ഓഫ് എൽ there will be 2l plus 1 permitted integer value of m. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എത്രയായിരിക്കും? 2l plus 1 എന്തായിരിക്കും? നമുക്ക് പെർമിറ്റഡ് ആയിരിക്കും. നോക്കുക, നമ്മുടെ എസ് സബ്ഷെൽ നമ്മൾ എടുത്തു. എസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എല്ലിന്റെ വാല്യൂ എത്രയാണ്? 0. ഇതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 2 into 0 plus 1. എത്ര ഓറിയന്റേഷൻ ഉണ്ട്? ഒരു ഓറിയന്റേഷൻ കിട്ടി. പിയുടെ കേസിൽ എല്ലിന്റെ വാല്യൂ എന്താണ്? 1. അപ്പൊ എന്താണ്? 2 into 1 plus 1 എത്രയാണ്? 2 into 1 2 plus 1 3 ഓറിയന്റേഷൻ കിട്ടിയില്ലേ? ഏതാണ്? പി എക്സ്, പി വൈ, പി സെഡ്. സിമിലർലി നമ്മൾ ഡി ഓർബിറ്റൽ എടുക്കുമ്പോൾ എല്ലിന്റെ വാല്യൂ എന്താണ്? 2 ആണ്. സോ 2 into 2 plus 1 എത്ര ഓറിയന്റേഷൻ കിട്ടി? നമുക്ക് 5 ഓറിയന്റേഷൻസ് കിട്ടി. സോ നമ്മൾ ഇതേപോലെ തന്നെ എമ്മിന്റെ വാല്യൂ എങ്ങനെയായിരിക്കും നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവുക? സോ നമുക്ക് എമ്മിന്റെ വാല്യൂ ഇപ്പൊ ഫോർ എ ഗിവൺ വാല്യൂ ഓഫ് എൽ, എല്ലിന്റെ വാല്യൂ തന്നിട്ട് വെച്ചാൽ എമ്മിന്റെ വാല്യൂ ക്യാൻ ബി റെപ്രസെന്റഡ് ആസ് എന്താണ്? ഫോർ എ ഗിവൺ എൽ ദ വാല്യൂ ഫോർ എം വിൽ ബി എന്താണ്? മൈനസ് എൽ ടു 0 ടു എന്താണ്? പ്ലസ് എൽ. നമ്മൾ എക്സാമ്പിൾ ചെയ്യുമ്പോൾ ഇതൊന്നും കൂടി ക്ലിയർ ആവും. എല്ലിന്റെ വാല്യൂ നമ്മുടെ കയ്യിൽ ഉണ്ട് വെച്ചാൽ ഫോർ എക്സാമ്പിൾ എല്ലിന്റെ വാല്യൂ 1 ആണ് വെച്ചാൽ എമ്മിന്റെ വാല്യൂ എങ്ങനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാം? -1 ടു +1. ദാറ്റ് മീൻസ് എന്താണ്? -1 0 +1. എല്ലിന്റെ വാല്യൂ 2 ആണ് വെച്ചാൽ എന്തായിരിക്കും? -l ടു +l. എമ്മിന്റെ വാല്യൂ എന്തായിരിക്കും? -l. എത്രയാണ്? 2 അടുത്ത് വെച്ചാൽ -2 ടു -2 -1 0 +1
+2. അങ്ങനെയാണ് നമ്മൾ എന്ത് റെപ്രസെന്റ് ചെയ്യുക? മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിന്റെ വാല്യൂസ് റെപ്രസെന്റ് ചെയ്യുക. എക്സാമ്പിളിൽ ഇറ്റ് വിൽ ബി മോർ ക്ലിയർ. ഇനി അടുത്തൊരു കോൺസെപ്റ്റ് ആണ് നമ്മുടെ എന്താണ്? ഡീജനറേറ്റ് ഓർബിറ്റൽസ്. നമ്മുടെ ഡീജനറേറ്റ് ഓർബിറ്റൽ പറയുമ്പോൾ ഇറ്റ് ഈസ് എ സ്പെഷ്യൽ ടേം. നമ്മൾ ആറ്റമിക് ഓർബിറ്റൽസിന്റെ കേസിൽ യൂസ് ചെയ്യേണ്ടതാണ്. നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. നമ്മൾ എടുത്തു 3px എടുത്തു, 3py എടുത്തു, 3pz എടുത്തു. നമുക്ക് സിമിലർലി ഇതിന്റെ അടുത്ത് തന്നെ വേറൊരു ഓറിയന്റേഷൻ എടുക്കാം. ഇവിടെ എന്താണ്? 5dxy, 5dyz, 5dzx, 5d²x²y² and 5 എന്താണ്? dz². നമ്മുടെ ഈ എടുത്തിരിക്കുന്ന സെറ്റ് ഓഫ് ഓർബിറ്റൽസിൽ ഇവിടെ നോക്കുക, ഇതിലെല്ലാം n-ന്റെ വാല്യൂ എന്താണ്? സെയിം ആണ് അല്ലേ? n-ന്റെ വാല്യൂ എന്താ കിട്ടിയത്? നമുക്ക് 3 ആണ് കിട്ടിയത്. l-ന്റെ വാല്യൂ എന്താണ്? l-ന്റെ വാല്യൂ p ആണ് തന്നിരിക്കുന്നത്. പറഞ്ഞ l-ന്റെ വാല്യൂ എന്തായിരിക്കും? l-ന്റെ വാല്യൂ ഈക്വൽ ടു 1. സിമിലർലി ഇവിടെ നോക്കുക, n-ന്റെ വാല്യൂ എന്താണ്? എല്ലാ കേസിലും സെയിം ആണ്. n-ന്റെ വാല്യൂ നമുക്ക് കിട്ടിയിരിക്കുന്നത് 5. l-ന്റെ വാല്യൂ എന്താണ്? d സബ്ഷെൽ ആണ്. അപ്പൊ d പറയുമ്പോൾ എന്തായിരിക്കും? റെപ്രസെന്റേഷൻ 2. അപ്പൊ രണ്ട് കേസിലും നോക്കുക, നമുക്ക് ഓറിയന്റേഷൻ ഡിഫറെന്റ് ആണ് അല്ലെ? ഇവിടെ px, py, pz ഇവിടെയും അതേപോലെ 5 എണ്ണത്തിനെയും ഓറിയന്റേഷൻ ഡിഫറെന്റ് ആണ്. പക്ഷെ എന്താണ് സെയിം? n-ന്റെ വാല്യൂം l-ന്റെ വാല്യൂം എന്താണ്? ഐഡന്റിക്കൽ ആണ് അല്ലെ? ഇവിടെ n-ന്റെ വാല്യൂം സെയിം ആണ് മൂന്ന് കേസിലും, l-ന്റെ വാല്യൂം ഐഡന്റിക്കൽ ആണ്. ഇനി n-ന്റെ വാല്യൂം l-ന്റെ വാല്യൂം ഐഡന്റിക്കൽ ആണെച്ചാൽ നമുക്ക് എന്ത് പറയാം? എന്തും കൂടി ഐഡന്റിക്കൽ ആയിരിക്കും. The energy for these three subshells will be also identical. എനർജി എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇനി എനർജി ഐഡന്റിക്കൽ ആകുമ്പോൾ we say that they form a set of എന്ത് ഓർബിറ്റൽസ് ആണ്? They form a set of degenerate orbitals. So ഇവിടെ എന്താണ്? നമ്മുടെ p-യുടെ വാല്യൂ സെയിം ആണ്. ദാറ്റ് മീൻസ് l-ന്റെ വാല്യൂം സെയിം ആണ്. n-ന്റെ വാല്യൂം സെയിം ആയാൽ നമ്മൾ അതിന് പറയണ ഇതൊരു ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് ആണ്, ഓർത്ത് വെക്കുക. അതിന് നമ്മൾ പറയണ പേരാണ് എന്ത്? ഡീജനറേറ്റ് ഓർബിറ്റൽസ്. ഇനി നമുക്ക് നമ്മുടെ ലാസ്റ്റ് ക്വാണ്ടം നമ്പറിലേക്ക് പോവാം. വിച്ച് ഈസ് അവർ എന്താണ്? നമ്മുടെ നാലാമത്തെ പാരാമീറ്റർ സ്പിൻ ക്വാണ്ടം നമ്പർ. ഈ സ്പിൻ ക്വാണ്ടം നമ്പർ നമുക്ക് എന്താണ് റെപ്രസെന്റ് ചെയ്യാറ്? ദ സ്പിൻ ക്വാണ്ടം നമ്പർ റെപ്രസെന്റ് ദ സ്പിൻ ഓറിയന്റേഷൻ ഓഫ് എൻ ഇലക്ട്രോൺ. ഒരു ഇലക്ട്രോൺ സ്പിൻ ചെയ്തിട്ട് പോവുമ്പോൾ അതിന്റെ സ്പിൻ ഓറിയന്റേഷൻ ഓഫ് എൻ ഇലക്ട്രോൺ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. അപ്പൊ ഇവിടെ ഈച്ച് ഓർബിറ്റൽ ക്യാൻ ഹാവ് എ മാക്സിമം ഓഫ് എത്ര ഇലക്ട്രോൺസ് ആണ്? 2 ഇലക്ട്രോൺസ് ആണ്. സോ ഈ സ്പിൻ നമുക്ക് രണ്ട് രീതിയിൽ ഉണ്ടാവാം. നമുക്ക് എങ്ങനെ സ്പിന് രണ്ട് രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം? ഒന്ന്, ഇലക്ട്രോണിന്റെ സ്പിൻ എങ്ങനെയായിരിക്കും? ഐദർ ഇൻ ദ അല്ലെ ഇലക്ട്രോൺ ഇതുപോലെ സ്പിൻ ചെയ്യുക. ഇലക്ട്രോൺ എന്തായിരിക്കും? ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. ഇല്ലെങ്കിൽ ഇലക്ട്രോൺ സ്പിൻ എങ്ങനെയായിരിക്കും? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. സോ സ്പിൻ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് വെച്ചാൽ നമ്മൾ അത് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാറ്? വി റെപ്രസെന്റ് ഇറ്റ് ബൈ ദ വാല്യൂ +½ ഇനി അതല്ല ഇലക്ട്രോണിന്റെ സ്പിൻ ആന്റി ക്ലോക്ക് വൈസ് ആണ് വെച്ചാൽ എങ്ങനെയായിരിക്കും നമുക്ക് റെപ്രസെന്റ് ചെയ്യുക? എസ് പറയുന്നത് -½ ആണ്. അപ്പൊ സ്പിൻ ക്വാണ്ടം നമ്പർ പ്രകാരം സ്പിൻ ഓറിയന്റേഷൻ ഓഫ് ആൻ ഇലക്ട്രോൺ രണ്ട് രീതിയിലേ ഉണ്ടാവുള്ളൂ. ഒന്നെന്താണ്? ഐദർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഇല്ലെങ്കിൽ എന്താണ്? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പൊ ഇത്രയും ക്വാണ്ടം നമ്പേഴ്സ് 4 എണ്ണം മനസ്സിലായെന്ന് വിചാരിക്കണം. നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഈ രീതിയിലുള്ള പ്രോബ്ലംസ് ആണ് നമ്മളോട് ചോദിക്കാറ്. ആദ്യത്തെ ചോദ്യം നോക്കാം. An electron is in a 4f orbital. ഇലക്ട്രോൺ ഏത് ഓർബിറ്റലിലാണെന്ന് തന്നിട്ടുണ്ട്. What possible value for n, l, m and s can it have? ഇപ്പോൾ ഇലക്ട്രോണിന്റെ പൊസിഷൻ തന്നിട്ടുണ്ട്. എന്താണ്? 4f ഓർബിറ്റലിലാണ്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, നമ്മുടെ ആസിമുത്തൽ, മാഗ്നറ്റിക് ആൻഡ് സ്പിൻ എന്തൊക്കെ വാല്യൂസ് ഉണ്ടാവും എന്ന് കാണിക്കാം. അപ്പൊ നമുക്ക് നോക്കാം. തന്നിരിക്കുന്നത് എന്താണ്? 4f ഓർബിറ്റൽ. 4f തന്ന സ്ഥിതിക്ക് ഏറ്റവും ആദ്യത്തെ നമ്പർ നോക്കുക. എന്താണ്? n = 4. അപ്പൊ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്താണ്? മെയിൻ എനർജി ഷെൽ അല്ലെ? അപ്പൊ ഇലക്ട്രോൺ എത്രാമത്തേലാണ്? 4 ആണ് n-ന്റെ വാല്യൂ. ഇനി നമുക്ക് നോക്കാം. ഈ രണ്ടാമത്തെ തന്ന ലെറ്റർ എന്താണ്? എഫ് ആണ് തന്നിരിക്കുന്നത്. ആ എഫ് എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുക? എൽ വാല്യൂനെയാണ് റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു, എസ് ആണെച്ചാൽ എല്ലിന്റെ വാല്യൂ എന്തായിരിക്കും? 0. പി ആണെച്ചാൽ എല്ലിന്റെ വാല്യൂ 1. ഡി ആണെച്ചാൽ എല്ലിന്റെ വാല്യൂ 2. എഫ് ആണെച്ചാൽ എല്ലിന്റെ വാല്യൂ എന്താണ്? 3. സോ ഇവിടെ എഫ് തന്നു പറഞ്ഞ എന്താണ്? എല്ലിന്റെ വാല്യൂ എന്തായിരിക്കും? നമ്മുടെ ആസിമുത്തൽ ക്വാണ്ടം നമ്പറിന്റെ വാല്യൂ വിൽ ബി എന്തായിരിക്കും? 3.
ഇനി അടുത്തത് എന്താണ്? മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ കണ്ടുപിടിക്കണം. മാഗ്നറ്റിക് ക്വാണ്ടം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലിന്റെ വാല്യൂ എന്താണോ ഉള്ളത്, അപ്പോൾ എമ്മിന്റെ വാല്യൂ എന്തായിരിക്കും? -L2 + L ആയിരിക്കും, ഇൻക്ലൂഡിങ് 0. അപ്പൊ ഇവിടെ നോക്കുക, L എന്താണ്? 3 ആണ്. അപ്പൊ -3 to +3. അപ്പൊ എന്തൊക്കെയാ വരിക? -3, -2, -1, 0, 1, 2. പിന്നെന്താണ് വരിക? 3. ഈ 1, 2, 3 എന്താണ്? 0 കഴിഞ്ഞിട്ടില്ല. +1, +2 and +3 ആണ്. ഈ സ്പിൻ പറയുമ്പോൾ എന്താണ്? അപ്പൊ നമുക്ക് ഏതൊക്കെ കിട്ടി? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ കിട്ടി, ആസിമുത്തൽ കിട്ടി, മാഗ്നറ്റിക് കിട്ടി. ഇനി എസ് പറയുന്നത് എന്താണ്? സ്പിൻ ക്വാണ്ടം നമ്പർ. നമ്മൾ പറഞ്ഞു സ്പിൻ ക്വാണ്ടം നമ്പർ 2 പോസിബിൾ വാല്യൂസ് ഉണ്ട്. ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആവാം, ഇല്ലെങ്കിൽ എന്താവാം? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആവാം. സോ നമുക്ക് എസിന്റെ വാല്യൂ എന്താണ്? +½ ആവാം, ഇല്ലെങ്കിൽ എന്താണ്? -½ ആവാം. ഹോപ്പ് ദിസ് പ്രോബ്ലം ഈസ് ക്ലിയർ. ഇനി സെക്കൻഡ് ടൈപ്പ് നോക്കുക. നമുക്ക് തിരിച്ചാണ് തന്നിരിക്കുന്നത്. എന്നും എല്ലിന്റെയും വാല്യൂ തന്നിട്ടുണ്ട്. നമുക്ക് അതിന്റെ ഓർബിറ്റൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഏറ്റവും ആദ്യത്തെ നോക്കുക. എന്നിന്റെ വാല്യൂ 2 പറയുമ്പോൾ എന്താണ്? നമ്മുടെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആണ് 2. എല്ലിന്റെ വാല്യൂ എത്രയാണ് തന്നിരിക്കുന്നത്? 0. 0 പറയുമ്പോൾ നോക്കുക, ഏത് സബ്ഷെല്ലാണ്? എല്ലിന്റെ വാല്യൂ 0 പറഞ്ഞാൽ അത് ഏത് സബ്ഷെല്ലായിരിക്കും? നമ്മുടെ 2s. സോ വാട്ട് ഈസ് ദ പോസിബിൾ ഓറിയന്റേഷൻ? ഓറിയന്റേഷൻ അല്ല, പോസിബിൾ ഓർബിറ്റൽ എന്താണ്? 2s ഓർബിറ്റൽ. ഈ സെക്കൻഡ് വൺ ബി നോക്കുക. n = 4, L = 3. അപ്പോൾ എന്നിന്റെ വാല്യൂ എന്തായിരിക്കും? നമ്മുടെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 4. എല്ലിന്റെ വാല്യൂ 3 പറഞ്ഞാൽ ഏതാണ് ഓർബിറ്റൽ? ഇറ്റ് വിൽ ബി നമ്മുടെ ഏത് ഓർബിറ്റലാണ്? F. സോ മൂന്നാമത്തെ ഓർബിറ്റൽ എന്താണ്? 4l. നിങ്ങൾ ഒന്നും കൂടിയും ചെയ്യുക ഹോംവർക്ക് ആയിട്ട്. എന്നിന്റെ വാല്യൂ is given as 2 and എല്ലിന്റെ വാല്യൂ is given as 1. അപ്പൊ ഇത് ഏത് ഓർബിറ്റൽ ആയിരിക്കും എന്ന് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യാം. നമുക്ക് ഒരു ചോദ്യം കൂടി നോക്കുക. ഹൗ മെനി ഓർബിറ്റൽസ് ആർ പോസിബിൾ ഫോർ ദ മെയിൻ എനർജി ലെവൽ n = 4? ഇവിടെ എന്താണ്? എത്ര ഓർബിറ്റൽസ് പോസിബിൾ ആണ് ഞാൻ ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്നത് മാത്രം എന്താണ്? നമ്മുടെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആണ് തന്നിരിക്കുന്നത്. സോ ഇവിടെ നോക്കുക, നമുക്ക് എങ്ങനെ പറയാം? നമുക്ക് എന്നിന്റെ വാല്യൂ 4 ആണെച്ചാൽ എത്ര സബ്ഷെൽസ് പോസിബിൾ ആണ്? അതാണ് നമ്മൾ നോക്കേണ്ടത്. ഏതൊക്കെ സബ്ഷെൽസ് നമുക്ക് പോസിബിൾ ആവാം? 4s അല്ലെ, 4s സബ്ഷെൽ പോസിബിൾ ആണ്. പിന്നെ ഏതാണ്? 4p സബ്ഷെൽ പോസിബിൾ ആണ്, 4d സബ്ഷെൽ പോസിബിൾ ആണ്, ആൻഡ് എന്താണ്? 4f സബ്ഷെൽ പോസിബിൾ ആണ്. അപ്പൊ 4s സബ്ഷെൽ പറയുമ്പോൾ അതിൽ s പറയുമ്പോൾ എത്ര ഓർബിറ്റൽ ഉണ്ട്? ഒരു ഓർബിറ്റൽ മാത്രമേ ഉള്ളൂ. 4p പറയുമ്പോഴോ എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം. എങ്ങനെയാ 3 എണ്ണം കിട്ടിയേ? px, py, pz അല്ലെ. 4d പറയുമ്പോൾ എത്രയായിരിക്കും? 5. എങ്ങനെയാ ഈ 5 എണ്ണം കിട്ടിയേ? നമ്മൾ പഠിച്ചു 12 + 1 വെച്ച് നോക്കിയിട്ടാണ് നമുക്ക് ഈ 5, 3, 1 ഒക്കെ കിട്ടണത്. 4f എന്ന് പറയുമ്പോൾ f ന്റെ വാല്യൂ എന്താണ്? എല്ലിന്റെ വാല്യൂ 3 ആണ്. അപ്പൊ നമുക്ക് എത്ര എണ്ണം കിട്ടും? 7. അപ്പൊ 4 സബ്ഷെൽസ് പോസിബിൾ ആണ് എപ്പോ? വെൻ n = 4. പക്ഷെ ചോദ്യം അതല്ല. ചോദ്യം എന്താണ്? ഹൗ മെനി ഓർബിറ്റൽസ് ആർ പോസിബിൾ. അപ്പൊ എങ്ങനെ നമുക്ക് കൂട്ടാം? ഇതെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ കിട്ടും അല്ലെ. 5 + 7 12 + 3 15 + 1 എത്രയാണ്? 16 orbitals are possible for main energy level when n = 4. ഇനി അതല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഓർത്ത് വെക്കാം? മെയിൻ ഓർബിറ്റൽസ് ചോദിച്ചു കഴിഞ്ഞാൽ the number of orbitals in a subshell, the number of orbitals in a subshell is given as എന്താണ്? n². ഓർത്ത് വെക്കുക. എത്രയാണ് നമ്പർ ഓഫ് ഓർബിറ്റൽസ് പോസിബിൾ ഇൻ എ സബ്ഷെൽ? n². ഇതാണ് അതിന്റെ ഫോർമുല. അപ്പൊ നമുക്ക് n4 എന്ന് പറഞ്ഞാൽ എന്താണ്? 4ന്റെ സ്ക്വയർ. നമുക്ക് എത്രയാ കിട്ടുക? 60. ഇസ് ഇറ്റ് ക്ലിയർ? ഇനി നമുക്ക് അതേപോലെ ഒന്നും കൂടി നോക്കാം. ഫോർ എക്സാമ്പിൾ നമുക്ക് തന്നിരിക്കുന്ന ഹൗ മെനി ഓർബിറ്റൽസ് ആർ പോസിബിൾ ഫോർ സബ്ഷെൽ വിത്ത് n = 5. സബ്ഷെൽ ആണ് തന്നിരിക്കുന്നത്. ഇവിടെ മെയിൻ എനർജി ലെവൽ തന്നിട്ടുണ്ട്. ഇവിടെ എന്താ തന്നിരിക്കുന്നത്? സബ്ഷെൽ n = 5ഉം എല്ലിന്റെ വാല്യൂ എന്താണ്? 3. നമ്മൾ പഠിച്ചു എല്ലിന്റെ വാല്യൂ 3 പറഞ്ഞു കഴിഞ്ഞാൽ ഏതായിരിക്കും സബ്ഷെൽ നമുക്ക് വരിക? എഫ് സബ്ഷെൽ ആണ് വരിക. സോ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 12 + 1. ഇപ്പൊ 12 + 1 പറയുമ്പോൾ എത്രയാണ്? 2 × 3 6 + 1 5f. ഈ 5f എത്ര ഓർബിറ്റൽസ് ആണ് പോസിബിൾ? നമുക്ക് 7 orbitals are possible in a subshell. So the number of orbitals in a subshell when the main energy level is given എത്രയാണ്? n². Number of orbitals in a subshell, number of orbitals in a subshell
നമ്പർ ഓഫ് ഓർബിറ്റൽസ് ഇൻ എ സബ്ഷെല്ലിന്റെ ഫോർമുല എന്താണ്? ഇറ്റ് ഈസ് 12 പ്ലസ് 1. ഇവിടെ എന്താണ്? ദ നമ്പർ ഓഫ് ഓർബിറ്റൽസ് ഇൻ എ മെയിൻ എനർജി. ഇത് രണ്ടും നമ്മൾ കൺഫ്യൂസ് ആവരുത്. നമ്പർ ഓഫ് ഓർബിറ്റൽസ് ഇൻ എ, നമുക്ക് എന്ത് പറയാം? ഇൻ എ മെയിൻ എനർജി ലെവൽ അല്ലേ? മെയിൻ എനർജി ലെവൽ ഈസ് ഗിവൺ ആസ് n സ്ക്വയർ. സബ്ഷെൽ തന്നിട്ടാണ് നമ്പർ ഓഫ് ഓർബിറ്റൽസ് ചോദിച്ചു വെച്ചാൽ എന്താണ്? 12 പ്ലസ് 1. ഇങ്ങനത്തെ പ്രോബ്ലത്തിനെക്കാട്ടിലും നമ്മൾ തൊട്ട് മുമ്പേ ചെയ്ത് ഈ രണ്ട് രീതിയിലുള്ള പ്രോബ്ലംസ് പഠിച്ചു വെക്കുക. ഇങ്ങനത്തെയാണ് നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കാറ്. ഇപ്പോൾ ക്വാണ്ടം നമ്പേഴ്സും അതിൻ്റെ പ്രോബ്ലംസും എല്ലാം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.